കണക്ഷൻ ശരിയാണോ? ആ പ്ലേ ഒന്നുകൂടെ ഒന്ന് അമർത്തി നോക്കൂ. എന്തിന്? വല്ല ലൂസ് കോണ്ടാക്ട് ഉണ്ടോന്ന് അറിയില്ലല്ലോ. ഇനി അണിഞ്ഞൊരുങ്ങി തിയേറ്ററിൽ പോണ്ടല്ലോ അല്ലേ ചേച്ചി? പിന്നെ ഇവിടെ ഒന്നും തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കല്ലേ? ഇതിവിടെ ഉണ്ടെന്ന് വെച്ചാൽ എപ്പോഴെപ്പോഴും സിനിമ കാണാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇത്തവണ നീ ഇംഗ്ലീഷ് തോറ്റ കാൽ കാശിന് ഗതിയില്ലാത്ത വല്ലവന്റെയും കൂടെ കെട്ടിച്ചു വിടും. അങ്ങനെ ഒരു ഉറപ്പ് അവൾക്ക് കൊടുക്കണ്ട. കെട്ടിക്കുന്ന കാര്യം പറഞ്ഞാൽ മനഃപൂർവ്വം പരീക്ഷ തോറ്റുകളെ. അമ്മയുടെ ബോറടി മാറി കിട്ടും. അല്ല, അമ്മയെ ടോണിക്ക് കഴിക്കാറില്ലേ? ആ കുപ്പി അങ്ങനെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ടോണിക്ക് ഈ പ്രായത്തിൽ ടോണിക്ക് കുടിച്ച് തടി നന്നാക്കാൻ പോവല്ലേ? തടി നന്നാക്കാനല്ലമ്മേ, അത് രക്തശുദ്ധിക്കുള്ളതാ. ഇപ്പൊ ഉള്ള ശുദ്ധി മതി. നിങ്ങളുടെയൊക്കെ രക്തം ശുദ്ധമായിട്ടിരുന്നാ മതി എനിക്ക്. എന്റെ മോഹന, ഇതുവരെ ശരിയായില്ലേ? ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. അല്ല സുഖേട്ടാ, അല്ലേ? എന്നെ പഠിപ്പിക്കാ? ഞാൻ പോളിടെക്നിക്ക് പഠിച്ചോനാ. ആ ടെക്നിക്ക് അല്ല, ഈ ടെക്നിക്ക്. ഇത് ചേച്ചിക്ക്. ആഹാ, കാഞ്ചനക്കിനി വേറെ ഒന്നും വേണ്ട. എടാ മോഹന, നീ ഭാഗ്യവാനാ. എനിക്ക് നിന്നെ പോലെ ഒരു അളിയനില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം സമ്മാനങ്ങൾ ഇതുപോലെ എനിക്കും കിട്ടുമായിരുന്നു. അത് ചേട്ടൻ കെട്ടുമ്പോ ആലോചിക്കേണ്ടല്ലേ? അതെ. നീ അങ്ങോട്ട് മാറട്ടെ, ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഞാൻ നോക്കാന്നേ. എനിക്ക് ടെക്നിക്കൽ മൈൻഡ് ഒന്നുമില്ല തീരെ. ശരിയായി. ഓട്ടോ ട്യൂണിങ്ങിന്റെ സ്വിച്ച് ഇട്ടിരുന്നില്ല. വാ, പടോടാൻ പോവാ. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ 3 പെമ്മക്കളാന്ന് അറിഞ്ഞോണ്ടല്ലേ സുഖമായിട്ട് എന്നെ കല്യാണം കഴിച്ചത്. ധാരാളം സമ്മാനങ്ങൾ തരുന്ന ഒരു അളിയനെ പെട്ടെന്ന് എവിടുന്ന് കിട്ടും? അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ എന്നെ ആർക്കും ഇവിടെ ഒരു വിലയില്ല. എനിക്ക് പഠിപ്പില്ലല്ലോ, ഉദ്യോഗമില്ലല്ലോ. നീ പടം കാണാൻ വരുന്നില്ലേ? എനിക്ക് പടമൊന്നും കാണണ്ട. പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു. മോഹന്റെ കല്യാണത്തിന് മുമ്പേ ഞാൻ പറഞ്ഞതാ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറണമെന്ന്. ഈ സാരി നന്നായിട്ടുണ്ടല്ലേ? ഇതോ പല്ലിപ്പൊളി. നല്ല സാരിയൊക്കെ അവൾ ആദ്യമേ പെട്ടി വെച്ച് പൂട്ടി. ഈ നരച്ച തുണി ഞാൻ ഉടുക്കുന്നാണോ വിചാരം? എന്റെ മോളെ 4 അക്ഷരം പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അവക്ക് നേരം വേണം വല്ലതും കൊടുക്കാൻ പറ്റുന്നില്ല. സുഖേട്ടന്റെ അമ്മയും അനിയനൊക്കെ ആണല്ലോ വലുത്. ആയിക്കോ, ഒരു ഉപകാരം ചെയ്തു തരുമോ? എനിക്ക് എന്റെ മോക്കും സ്വൈരമായിട്ട് കഴിയാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്തു തരുമോ? വാടക വീടെന്തിനാ? അങ്ങനെയാണെങ്കിൽ നിനക്ക് മോക്കും നിന്റെ വീട്ടിൽ പോയി താമസിച്ചൂടെ? അങ്ങനെ എന്റെ വീട്ടിൽ പോയി താമസിക്കാനല്ലോ എന്റെ അച്ഛൻ നിങ്ങളുടെ കൂടെ എന്നെ ഇറക്കി വിട്ടത്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ? ഇവിടുത്തെ വീട്ടുജോലികൾ ചെയ്ത് ഒടുങ്ങാനായിരിക്കും എന്റെ വിധി. അമ്മേ ചതിച്ചു. ആ പാറുമ്മ കൊടിയും വടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് സ്വൈര്യമായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എവിടെ? ഇത് റോഡ് കൂടി വരുന്നേ ഉള്ളൂ. മോളെ ശൈലജേ, ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. വല്ലതും പറഞ്ഞാൽ തന്നെ കേൾക്കാത്ത മട്ടിലങ്ങ് നിന്നാ മതി. ഏത് സ്ത്രീ അമ്മ? പാറുമായി. അച്ഛന്റെ വകയിൽ ഒരു ബന്ധുവാണെന്നാ അവര് പറയുന്നേ. എന്റെ അറിവിൽ ഒരു ബന്ധവും ഇല്ല. ആരുമില്ല ഇവിടെ. എല്ലാവരും നാട് വിട്ടുപോയോ? ആരും ഇവിടെ കാണാനില്ലല്ലോ. ദേവി, നിങ്ങളെല്ലാവരും അടുക്കള കയറി ഒളിച്ചിരിക്കുക. എന്നാലും എന്നോട് ഈ കൊലച്ചത് വേണ്ടായിരുന്നു ദേവകി. കുട്ടീഷിന്റെ മോന്റെ കല്യാണം നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ അറിയണം അല്ലേ? എല്ലാം പെട്ടെന്നായിരുന്ന. ഒരൊറ്റ അച്ഛനെ നീ മിണ്ടി പോവരുത്. എടി, പോത്തു പാർത്ത 2 ആമക്കളില്ലേ നിനക്ക്? അവർക്ക് എന്റെ വീട് വരുന്നു വന്നൂടെ? പോട്ടെ, വിവരത്തിനൊരു കത്തയച്ചൂടെ? എന്റെ കുട്ടീഷനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കോ? വെറുതെ അല്ലടി, നിന്റെ ഒക്കെ അഹങ്കാരം കൊണ്ടാ ദൈവം അവനെ നേരത്തെ അങ്ങോട്ട് വിളിച്ചത്. വിളിച്ചെങ്കിൽ അമ്മയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാനൂള് പത്തിയെടുക്കണ. നീ ആരോടാണ്ടി സംസാരിക്കുന്നത്? നീ ഒന്നും മിണ്ടണ്ട. അച്ഛനെ പറ്റി പറഞ്ഞ പിന്നെ വലിയ അച്ഛൻ സ്നേഹി. നിന്റെ അച്ഛനാവുന്നതിന് മുമ്പേ അവനെന്റെ കുട്ടീഷനാ. അറിയോ നിനക്ക്? എന്താ നിന്റെ പേര്? ശൈലജ. മോഹൻ എന്നെ പറ്റി പറഞ്ഞു കാണും അല്ലേ? പാറുമായി. പറഞ്ഞു. എന്തു പറഞ്ഞു? ചേച്ചിക്ക് പോണ്ടേ?
ചിരിച്ചു മയക്ക് നീ അവനെ വല വീശി പിടിച്ചു അല്ലടി. ഇത് വല്ലാത്തൊരു ശല്യമല്ലോ. ഈ പെണ്ണും. മോള് പോയി കുളിക്കാൻ നോക്ക്. പോ. ഓ, രാജകുമാരി ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മായിയെ കല്യാണത്തിന് ക്ഷണിക്കുന്നു. നീ എന്തടി സുമാരനോട് പറയാഞ്ഞേ? അയ്യോ, ഞാൻ പറഞ്ഞു. അപ്പൊ സുഖമായിട്ടും പറഞ്ഞു അമ്മായി നമ്മുടെ ആരും അല്ല വിളിക്കണ്ടെന്ന്. അവൻ അങ്ങനെ പറഞ്ഞു? ദേ, ഞാൻ അവന് ശപിച്ചാലുണ്ടല്ലോ ഒരു കാലത്ത് അവൻ ഗുണം പഠിക്കില്ല. അടുക്കളയിൽ എന്തൊക്കെയുണ്ടീ? അയ്യോ, മീനൊന്നും വാങ്ങിച്ചില്ലേ? ഇല്ല. ഇച്ചിരി മീൻചാറില്ലാതെ എങ്ങനെ ചോറുന്ന? ഞങ്ങൾക്ക് ആർക്കും മീൻ ഇഷ്ടല്ല. എനിക്കിഷ്ട. ദേ, നിങ്ങൾ പിള്ളേരെ ആരെങ്കിലും പറഞ്ഞയച്ച് കുറച്ച് മീൻ മേടിപ്പിക്കും. എന്ത് മീനായാലും ശരി. എനിക്ക് കുറച്ച് ദിവസമായിട്ട് നടുവിനൊരു വേദന. ഇച്ചിരി നടന്നാ മതി, അപ്പ കിടക്കണം. ഞാനൊന്ന് മന്നിക്കട്ടെ. ചോറാകുമ്പോ വിളിക്കണേ. എന്റെ ശീലം നിങ്ങക്ക് അറിയാലോ. വിശന്നാ പിന്നെ വയറ്റിന്നൊരു കാളിച്ച. എന്റെ ദേവി, ഇനി കുറച്ചു ദിവസത്തേക്ക് പുകല് തന്നെ. നീ എന്തിനാ വയസ്സവരോട് തറുതൽ പറയാൻ നിൽക്കുന്നേ? ചെന്നിരുന്നല്ലോ പഠിക്കാൻ നോക്ക്. ഈ കൊല്ലെങ്കിലും പാസ്സാവണം. ഓടി. ആ ശൈലജെ, ആ സാരി നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ സുഖേട്ടന് ഇഷ്ടമായില്ല. പുള്ളിക്ക് ഇപ്പോഴത്തെ ഫാഷനെ പറ്റി വല്ലതും അറിയോ? സുഖേട്ടൻ പറയാ സാരി വെറും തല്ലിപ്പുള്ളിയാണെന്ന്. സുഖേട്ടനെ ഞാൻ ഒത്തിരി ചീത്ത പറഞ്ഞു. ആരെങ്കിലും സ്നേഹമായിട്ട് എന്തെങ്കിലും തന്നാ നമ്മള് കുറ്റം പറയാൻ പാടുണ്ടോ? ചോറാവാൻ വൈകെങ്കിൽ ഇത്തിരി ചായ ഇങ്ങോട്ട് എടുത്തോ. ഓ,